ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ളൊരു മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തേങ്ങയൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വിലയുള്ള ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ മത്തിയൊക്കെ കിട്ടുമ്പോഴേക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ മത്തിക്കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മീഡിയം സൈസിലുള്ള മത്തി നന്നായിട്ട് വെട്ടി വൃത്തിയായി കഴുകി ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വറുക്കുന്നതിനൊക്കെ വരഞ്ഞെടുക്കുന്നത് പോലെ വരഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ വറ്റൽ മുളകുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിരിയൻ മുളകും വറ്റൽ മുളകും കൂടി നമുക്ക് ചേർത്തെടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളേ, 2 മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽ മുളകും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വറ്റൽമുളക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഒരു ബ്രൗൺ നിറമാകുന്നത് വരെയും വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഒരു ഉള്ളിയും പച്ചമുളകും ഒക്കെ ആ ഒരു പച്ചമണം മാറി നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലതുപോലെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ ആ എണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. തക്കാളി പതിയെയാണ് കേട്ടോ വഴണ്ടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. അതേ തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. തണുത്ത ശേഷം നമ്മൾ ഈ ഒരു മിക്സി ജാറിലേക്ക് അത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അല്പം മാത്രം വെള്ളം ഒഴിച്ച് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നെങ്കിലും മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ആ ഒരു അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിലിട്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പരച്ച് വെച്ചിരിക്കുന്ന മിക്സി ഒന്ന് കഴുകിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതേ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോഴാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തി മുഴുവനും അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച ശേഷം ലോയിലേക്കാക്കി ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോട് കൂടിയ തേങ്ങ അരക്കാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങയൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.